നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് കൊല്ലം കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന് സമീപത്തുനിന്ന് ബംഗ്ലാദേശിയെ പിടികൂടിയത്. മിലിറ്ററി ഇന്റലിജൻസും ATSും കേരള പോലീസും ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനിലൂടെയാണ് ഈ ബംഗ്ലാദേശിയെ പിടികൂടിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത തത്വമയി ന്യൂസ് തന്നെ പുറത്തുവിട്ടിരുന്നു. തത്വമയി ന്യൂസാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്ത് അതീവ ഗുരുതരമായ ഈ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഇപ്പോൾ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന രക്ഷാധികാരിയായിട്ടുള്ള ശ്രീമതി ശശികല ടീച്ചറാണ്. നമസ്കാരം ടീച്ചർ. നമസ്തേ ടീച്ചർ. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൊല്ലത്ത് നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് വന്ന നുഴഞ്ഞുകയറ്റക്കാരനായിട്ടുള്ള നസറുദ്ദീൻ മോണ്ടൽ എന്നുള്ള ആളിനെ കസ്റ്റഡി എടുത്തത്. കഴിഞ്ഞ 10 വർഷമായിട്ട് കൊല്ലത്തെ കാട്ടിൽ മേക്കതിൽ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം എന്ന തലത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന കാട്ടിൽ മേക്കതിലിന് സമീപത്ത് നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതും മിലിറ്ററി ഇന്റലിജൻസ് നേരിട്ട് ഇടപെട്ടിട്ടാണ്. അപ്പൊ ഈ വിഷയത്തിൽ എന്താണ് ടീച്ചർ പ്രതികരിക്കാനുള്ളത്? ഇയാളുടെ ബംഗ്ലാദേശിലെ പേര് വ്യത്യസ്തമാണ്, മെലാൻ ഖാൻ എന്നാണ് പേര്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇയാൾ നസറുദ്ദീൻ മോണ്ടൽ എന്ന പേരിൽ പുതിയ ആധാർ കാർഡ് വരെ ഇയാൾ കൈവശപ്പെടുത്തുകയുണ്ടായി. ആ റാക്കറ്റുകൾ, അതായത് ഇത്തരത്തിൽ ആധാർ കാർഡുകൾ ഒപ്പിച്ചു കൊടുക്കുന്ന റാക്കറ്റുകൾ ഇദ്ദേഹത്തിന് വേണ്ടി ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്താണ് ടീച്ചർ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? അത്യന്തം ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. കാരണം ഇപ്പോ കേരളത്തിലെ കൊല്ലം ജില്ല അല്ലെങ്കിൽ കേരളം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശുമായി കരയതിർത്തിയോ ജലാതിർത്തിയോ പങ്കിടുന്ന ഒരു സ്ഥലമല്ല. കേരളത്തിലേക്ക് എത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് പോലും അല്ല കേരളം കിടക്കുന്നത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടി ഇവിടെ എത്തണം എന്നുണ്ട്. ഇവിടെ വരെ അവർ എത്തിയെങ്കിലും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും ഇവരുടെ തിരിച്ചിന് വളരെ ജാഗ്രതയോടുകൂടി കാണണം എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിന്റെ സമീപത്ത് എന്ത് ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം എത്തിയത്? ഇവിടെ തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്ന ഉദ്ദേശത്തിനാണെങ്കിൽ ഇത്തരത്തിലുള്ള യാതൊരു സംവിധാനവുമില്ല. അപ്പൊ അതിനപ്പുറം മറ്റെന്തോ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പല അപ്പാവികളും ജീവിക്കാൻ വഴിയില്ലാണ്ട് അതിർത്തി കടന്ന് ഒരുപക്ഷെ തൊഴിലെടുക്കുന്ന ഒരു അത്തരക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് ഇതെന്തോ ഒരു കൃത്യമായ ഗൂഢമായ ഒരു അജണ്ട ഇതിന്റെ പുറത്തുണ്ട്. മാത്രമല്ല അവർക്ക് എല്ലാ രേഖയും കിട്ടി എന്ന് പറയുമ്പോൾ അത്തരത്തിൽ കൃത്രിമമായി രേഖ ചമച്ചു കൊടുക്കുന്നവർ, ഈ രാജ്യദ്രോഹ പരിപാടികൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നവർ കേരളത്തിലും സജീവമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവന് അല്ലെങ്കിൽ ഈ നാടിന്റെ സമാധാനപരമായ നിലനിൽപ്പിന് ഒക്കെ തന്നെ നാളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മളെല്ലാം മതേതരത്വത്തിന്റെ പേരിൽ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കാരണം ഇതൊക്കെ എതിർത്താൽ ഒരു കാലത്ത് ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്തി അവര് കൃത്യമായി പുറത്താക്കണം, കേരളത്തിൽ ബംഗ്ലാദേശി പൗരന്മാർ ഉണ്ട് എന്ന് പറഞ്ഞതിന് എന്നെയൊക്കെ ഏറെ ആക്ഷേപിച്ചതാണ്. അപ്പോ ശശികല നടന്ന് കണക്കെടുത്തോ ആരാ ബംഗ്ലാദേശി പൗരൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്കതിലേക്ക് വ്യാപകമായത് എന്റെ പ്രസ്താവനയായിരുന്നില്ല. ഹിന്ദു ഐക്യവേദിയുടെ നയമായിട്ട് അത്തരത്തിൽ പറഞ്ഞത് ബംഗ്ലാദേശി പൗരന്മാർ എല്ലാ ഹൈന്ദവ സംഘടനകളും അന്ന് ആ കാലത്ത് ബംഗ്ലാദേശി പൗരന്മാർ ഭാരതത്തിൽ മുഴുവൻ ഉള്ളതിൽ കേരളത്തിൽ പ്രത്യേകിച്ചുണ്ട്. അപ്പൊ അത് ഇവിടെ നിന്ന് കണ്ടെത്തി തുരത്തണം എന്നുള്ള നിലയ്ക്ക് വളരെ കാര്യമായ അഭിപ്രായങ്ങളും അതിൻ്റെതായ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നപ്പോ അന്ന് ഇവിടുത്തെ മതേതരരെന്ന് വേഷം കെട്ടുന്നവർ ഒറ്റക്കെട്ടായി അതിനെ എതിർത്തു. അപ്പോ എന്തിനായിരുന്നു എതിർത്തത് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത്തരക്കാരെയൊക്കെ തന്നെ വളരെ കൃത്യമായി ഇവിടെ എവിടെയൊക്കെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ടുണ്ട്. ഇത് നാളെ എന്തിനുള്ള കോപ്പുകൂട്ടലാണ് ഇതിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് നാളെ ഏതു തരത്തിലാണ് കേരളം 2035 ആകുമ്പോഴേക്കും കേരളത്തിന്റെ ഘടന മാറ്റുമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ വേണ്ടിയുള്ള ശ്രമമാണോ ഇത് എന്നുകൂടി ഭയന്നേ മതിയാകൂ. ക്ഷേത്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് പല ജിഹാദികളും കൃത്യമായി വോയിസ് മെസ്സേജുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണോ പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിനെ ഒരുപക്ഷെ കൊല്ലത്ത് എന്ന് മാത്രമല്ല കേരളത്തിലെ തന്നെ പ്രമുഖമായ ഒരു ക്ഷേത്രമാണത്. മാത്രമല്ല കരിമണൽ ഖനനവുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രാധാന്യമുള്ളൊരു സ്ഥലവുമാണത്. അപ്പൊ അത്തരമൊരു സ്ഥലത്ത് ഇങ്ങനെ എത്തിയെങ്കിൽ അത് അത്ര നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ല. അതീവ ജാഗ്രത വേണം എന്നാണ് ഇത് പറയുന്നത്. ഈ ഇത്തരം സ്ലീപ്പർ സെല്ലുകളായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന പൗരന്മാരെ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് പോലും കഴിഞ്ഞ 15 വർഷക്കാലം നിരന്തരം പാകിസ്ഥാനി ഭീകരവാദികൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകപ്പെട്ടു എന്ന് ഈ അടുത്ത സമയത്താണ് തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഇത് അങ്ങേയറ്റം, അതായത് ഒരു സ്ലീപ്പർ സെല്ലുകളായിട്ട് ഇവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കേരളം ഒരു ഭീകരവാദികളുടെ ഒരു കളിത്തൊട്ടിൽ എന്നതിനപ്പുറം ഒരു കളിത്താവളമായി മാറി എന്ന് നമുക്ക് സംശയിച്ചുകൂടെ? കളിത്താവളവും ഒളിത്താവളവുമായി മാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
കാരണം ഇത്രയും കാലം ഒളിച്ചു താമസിക്കാൻ സാധിക്കുമല്ലോ. ഈ സ്ലീപ്പർ സെല്ല് ബംഗ്ലാദേശി പൗരന്മാർ മാത്രമല്ല, ഇവർക്ക് രേഖകൾ സംഘടിപ്പിച്ചു കൊടുക്കുന്ന സംവിധാനം അത് ഇതിനേക്കാൾ വലിയ സ്ലീപ്പർ സെല്ലാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇവരുടെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലും ഒത്താശ ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു മറ്റേ സർട്ടിഫിക്കറ്റുകൾ, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകൾ വലിയ തോതിൽ കേരളത്തിലെ ഒരു ജില്ലയിൽ വലിയ തോതിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു. ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകൾ അടക്കം. അപ്പോൾ പല മേഖലകളിലേക്ക് ഇവർ എത്തിക്കാൻ, അല്ലെങ്കിൽ ഇവർക്ക് വിദ്യാഭ്യാസം ഉള്ളവരാണ് എന്നുള്ള മുഖംമൂടി നേടാൻ എല്ലായിടത്തും എത്താൻ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ വരെ പ്രയോജനപ്പെടുന്നു. അപ്പോ ഈ ഒരു മാഫിയയെ കൂട്ടാതെ, ഈ കൃത്രിമമായി രേഖകൾ ചമയ്ക്കുന്നവരെ കൂട്ടാതെ നമുക്ക് ഇതിലേക്കൊന്നും എത്താൻ സാധിക്കില്ല. അപ്പൊ അതിവിടെ ആഴത്തിൽ മുറുകുമ്പോൾ ഇവിടുത്തെ ഭരണകൂടവും ശ്രദ്ധിക്കുന്നില്ല. അവര് കൃത്രിമമായ ചില വിഷയങ്ങളുണ്ട്, ഇല്ലാത്ത ചില വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളിയെ കൂടെ പോണോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ കാറ് കയറ്റണോ മറ്റേ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ മാത്രം അഭിരമിക്കുകയാണ്. നാടിന്റെ നേരിടുന്ന പ്രശ്നങ്ങൾ കാണാനോ നാടിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനോ ഇതൊന്നും ഒരു താല്പര്യമുള്ള ഗവൺമെന്റുകൾ കേരളത്തിൽ വരുന്നില്ല എന്നതാണ് ഈ ദുസ്ഥിതിക്ക് ഒരു പരിധിവരെ കാരണം. ഇത് എത്ര കണ്ട് ഇപ്പം ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇതൊരു ഡെമോഗ്രഫിക്കൽ ചേഞ്ച് 2035 കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ഡെമോഗ്രഫിക്കൽ ചേഞ്ച് കേരളത്തിലുണ്ട്, കേരളത്തിന്റെ ഘടന മൊത്തത്തിൽ മാറ്റാൻ പോകുന്നതാണ് എന്നുള്ളത്. ഇതിന് ഒരു ഭരണകൂടത്തിന്റെ ഒരു ഒത്താശ. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു കാര്യം കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. വളരെയധികം മയക്കുമരുന്നുകൾ ഇവർ പരസ്യമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പെരുമ്പാവൂരിൽ വെച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ കേരളത്തിന്റെ ഘടന മാറ്റുന്നതിന്, അല്ലെങ്കിൽ ഈ തരത്തിൽ മാരകമായ മയക്കുമരുന്നുകൾ ഇവർ ഉപയോഗിക്കുകയും ഇതിന്റെ വിപണനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷമാണ് ഭരിച്ചത്. ഇപ്പോൾ UDF അധികാരത്തിൽ കയറിയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 10 വർഷം ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരു സൗകര്യങ്ങളും ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കപ്പെടുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ ടീച്ചർ? തെറ്റില്ല. കാരണം ബംഗ്ലാദേശ് ഇവരുടെ കേന്ദ്രമായി മാറിയത് എങ്ങനെ? ദീർഘകാലത്തെ ഈ ഇവരുടെ ഭരണം കൊണ്ടാണ്. അത് അതേ CPM-നെ എതിർക്കുകയാണെങ്കിലും അതേ നയം തന്നെയാണ് മമതയും അവിടെ പിന്തുടർന്നത്. അതിർത്തി കടന്ന് ആളെ കടത്തി വിടുകയും അവർക്ക് രേഖകൾ കൊടുക്കുകയും അവരെ അവിടുത്തെ വോട്ടർമാരാക്കി മാറ്റുകയും ഒക്കെ ചെയ്തതായിരുന്നു ബംഗാളിന്റെ പ്രശ്നം. കൃത്യമായി FIR നടപ്പിലാക്കിയപ്പോൾ തന്നെ എന്താണ് ഇവരൊക്കെ FIR-നെ എതിർത്തത്? കാരണം ഇതുപോലുള്ള പൗരന്മാർ പുറത്തായി പോകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടായിരുന്നു നഖശിഖാന്റെ ഇവിടെ FIR-നെ എതിർക്കാത്ത ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അതൊക്കെ കാണിക്കുന്നത് ഇതിനൊക്കെ ഇവരുടെ പിന്തുണയുണ്ട്. അപ്പൊ മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. കേരളത്തിലെ യുവത്വം എങ്ങനെയാണ് ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുന്നത്? ഒരു വർഷം വീട്ടിലെ അച്ഛനമ്മമാരെ സ്നേഹിച്ച് മക്കളെ ഇത്രയും വിദ്യാഭ്യാസ കാര്യത്തിലേക്ക് ഇത്രയും ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കൾ അവരെവിടെയെങ്കിലും ഉണ്ടോ നമുക്ക് സംശയമാണ്. എത്ര പഠിപ്പിച്ചാലും മതിയാവാത്ത രക്ഷിതാക്കളാണ് കേരളത്തിലുള്ളത്. ഒരുപക്ഷെ ജനിക്കുമ്പോൾ മുതൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന മക്കൾക്ക് വേണ്ടി എണ്ണം പോലും വേണ്ട എന്ന് വെച്ച് 1-2 മക്കൾ മതി എന്നൊക്കെ അത്തരം രക്ഷിതാക്കളുടെ മക്കള് എങ്ങനെ വഴിപഴച്ചു പോകുന്നു? അത് കൃത്യമായ ഈ ജനതയെ നശിപ്പിക്കാനുള്ള വളരെ കൃത്യമായ ആസൂത്രണം നടക്കുന്നുണ്ട്. മയക്കുമരുന്ന് എത്തുകയല്ല, എത്തിക്കുകയാണ്. അതിന് അടിമയാണ്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ നോക്കിയാൽ ചൈനയുടെ പോരാട്ട വീര്യത്തെ തകർത്തത് കറുപ്പ് മയക്കുമരുന്ന് ചെറുപ്പക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടാണ് പാശ്ചാത്യ ശക്തികൾ. അതേ അടവാണ് ഇവിടെ കേരളത്തിൽ എടുക്കുന്നത്. വിദ്യാഭ്യാസപരമായി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ യുവാക്കളെ ഇത്തരത്തിൽ മയക്കി കിടത്തിക്കൊണ്ട് ഈ എല്ലാ പുരോഗതിയും ഇല്ലാതാക്കുക എന്ന ദുരുദ്ദേശം അത് കേരളത്തിൽ തുടങ്ങി അവർക്ക് ലക്ഷ്യ ഭാരതമാണ്. ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇത്തരത്തിലെ കാര്യം യുവത്വത്തെ നശിപ്പിക്കുക. യൂത്താണുള്ള ഒരു നാടിന്റെ വെൽത്ത് എന്ന് പറയുന്നത്. അതിനെ നശിപ്പിക്കാൻ വളരെ ആസൂത്രിതമായ പരിശ്രമം തന്നെയാണ് മയക്കുമരുന്ന് കാര്യത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നമ്മളിവിടെ ചിന്തിച്ചാല് ബാർ ലൈസൻസ് പോലും ഇസ്ലാമിക സമൂഹം എടുക്കാറില്ല. കാരണം അത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാർ ലൈസൻസ് പോലും അവരുടെ പേരിൽ ഇല്ല, വളരെ കുറവേ ഉണ്ട്. ഇല്ല എന്നാണ് എന്റെ അറിവ്. ഉണ്ടെങ്കിൽ തന്നെ അത് നാമമാത്രമായിരിക്കും. എന്നാൽ മയക്കുമരുന്ന് ബിസിനസ്സിൽ മയക്കുമരുന്നിനകത്ത് ഇവരെ വ്യാപകമായി പിടിക്കുന്നു. ഒരു മതം തിരിച്ചൊരു കണക്കെടുത്താൽ ഇവരായിരിക്കും മുന്നിൽ വരുന്നത്. അപ്പോ ഈ മദ്യത്തെ മാറ്റി നിർത്തുന്നവർ എങ്ങനെ മയക്കുമരുന്നിനെ വാരിപ്പുണരുന്നു? അപ്പൊ ആ മയക്കുമരുന്ന് ഇവിടെ യുവാക്കളെ എത്തിക്കുക എന്നുള്ളത് അതൊരു കൃത്യമായ അജണ്ട തന്നെയാണ്. ആ അജണ്ട അതുകൊണ്ട് തന്നെ അവര് മതം വെച്ചുകൊണ്ട് തൂക്കുന്നില്ല. ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ ഇതുവരെ ഒരു മതത്തുനിന്ന് പുറത്താക്കിയതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എത്ര കിലോ കണക്കിന് കയ്യിൽ പിടിച്ചാലും എത്ര പാർട്ടി നടത്തിയാലും ഒരാൾക്കെതിരെ പോലും ഇവരാരും സംസാരിക്കേണ്ടതായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഏറ്റവും കൂടുതൽ വരുന്നത് മത നിയമങ്ങൾ കർശനമായി പാലിക്കുന്നു എന്ന് പറഞ്ഞ അഫ്ഗാനിസ്ഥാനിൽ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി ഒഴുകി ഇങ്ങോട്ടൊക്കെ എത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും ഇതൊരു അജണ്ടയാണ്, നാടിനെ നശിപ്പിക്കുന്ന അജണ്ട. തീർച്ചയായിട്ടും ടീച്ചർ, വളരെയധികം സന്തോഷം ഇത്രയും നേരം നമ്മോടൊപ്പം പ്രതികരിച്ചതിന്. വളരെയധികം നന്ദി ടീച്ചർ.